അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയ്യിൽ ഹുദാ. സന്മാർഗത്തിന്റെ പ്രവാചകനാകുന്ന ഖമറിനെ ഉദിപ്പിച്ച അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാന എന്ന പ്രയോഗം ഹംദിന് സ്ഥാനത്ത് നിൽക്കുമെന്ന് മഹാന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് നാം പറഞ്ഞു കഴിഞ്ഞു. അത്ലഅ, ഉദിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും, അല്ലെങ്കിൽ ഉദിപ്പിച്ച അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് ഇവിടെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വെച്ചത്. സാധാരണഗതിയിൽ ഉദിക്കുക എന്നത് സൂര്യനെയും ചന്ദ്രനെയും ആസ്പദമാക്കി പ്രയോഗിക്കുന്ന പ്രയോഗമാണ്. അത്ലഅ എന്ന പ്രയോഗം ഇവിടെ കൊണ്ടുവന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂര്യനേക്കാൾ, ചന്ദ്രനേക്കാൾ പ്രകാശമുള്ള, ഭംഗിയുള്ള, മുഖകമലമുള്ളവരായിരുന്നു എന്നതിനെ സൂചിപ്പിക്കാനാണ്. മദീനയിലെ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത് കണ്ട് മദീനയുടെ ഭാഗത്ത് നിന്ന് കാത്തുനിന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത് കണ്ടപ്പോൾ പാടിയല്ലോ, ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ മാ ദആ ലില്ലാഹി ദാഇ. സനിയത്തുൽ വദാഇന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളിലേക്ക് പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു. ഇത് മദീനക്കാരാകുന്ന സ്വഹാബാക്കൾ റസൂലുള്ളാഹി തങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രയോഗിച്ചതാണ്. ആ ഒരു വാക്ക് തന്നെയാണ് ഇവിടെയും ബഹുമാനപ്പെട്ടവർ പ്രയോഗിച്ചിരിക്കുന്നത്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം അടക്കമുള്ള ഹദീസിന്റെ ക്രോഡീകരണം നടത്തിയ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ച പല ഹദീസുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖകമലത്തെക്കുറിച്ച് പ്രശംസിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ ഇങ്ങനെ കാണാം. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹുവിനോട് ആരോ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വാളുപോലെയായിരുന്നു, വാളുപോലെ ഇങ്ങനെ നീണ്ടതായിരുന്നു എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം പ്രത്യുത സൂര്യനെയും ചന്ദ്രനെയും പോലെ വട്ടത്തിലായിരുന്നു. സ്വഹീഹ് മുസ്ലിമിലെ 2344 ഹദീസായി ഈ ഹദീസ് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഅബ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റളിയല്ലാഹു അൻഹുമ രണ്ടു കൂട്ടരും ഇത്തിഫാഖായി യോജിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിക്കുമ്പോൾ ചന്ദ്രക്കീറ് പോലെ അവിടുത്തെ മുഖം പ്രകാശിക്കുമായിരുന്നു. ഞങ്ങളത് മനസ്സിലാക്കിയിരുന്നു. ഇത് ബുഖാരിയിലെ 3556 ഹദീസായും മുസ്ലിമിന് 2769 ഹദീസായും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാമുന തുർമുദി റഹിമഹുല്ലാഹ് തൻ്റെ ശമായിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
ഹിന്ദ് ബിനു അബി ഹഖ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം മഹത്വമുള്ളവരായിരുന്നു. 14-ാം രാവിൽ ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ അവിടുത്തെ മുഖം പ്രകാശിക്കുമായിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അത്ലഅ എന്ന പ്രയോഗം ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനിച്ച മാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രകാശപൂരിതമായ മുഖകമലം സ്വപ്നത്തിലും ഉണർച്ചയിലും കാണാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മരണസമയത്ത് ഹബീബിനെ കണ്ട് സന്തോഷത്തോടുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നമുക്കും ബന്ധപ്പെട്ടവർക്കൊക്കെ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.